ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം. അതിൽ 27-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. യത് കരോഷി യദ അശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ യത് കുരുഷ്വ മദർപ്പണം. കുരുഷ്വായാണ്, കുരുഷ്യായല്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റി എഴുതണം. കുരുഷ്വ. എൻ്റെ ഈ കീപാഡിൽ കുരുഷ്വ എന്ന് എഴുതാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് പ്രത്യേകമായി പറയുന്നത് കുരുഷ്വ. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് നോക്കാം. യത്, അതിൻ്റെ അർത്ഥം എന്ത് എന്നാണ്. യത് കരോഷി, കരോഷി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു. യത് വീണ്ടും എന്ത്. അശ്നാസി ഭക്ഷിക്കുക, എന്തു ഭക്ഷിക്കുക. യത് വീണ്ടും എന്ത്. ജുഹോഷി ഹോമാദികൾ, ജുഹോഷി ഹോമാദികൾ. ദദാസി ദാനം നൽകുക. തപസ്യസി തപസ് അനുഷ്ഠിക്കുക. കൗന്ദേയ കുന്തിപുത്ര അർജുനൻ. യത് അത്. കുരുഷ്വ ചെയ്യുക, കുരുഷ്വായുടെ അർത്ഥം ചെയ്യുക. മദർപ്പണം എനിക്കായി അർപ്പിക്കുക. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഹേ കൗന്ദേയ, എന്തു നീ ചെയ്യുന്നുവോ, എന്തു ഭക്ഷിക്കുന്നുവോ, എന്തു ഹോമിക്കുന്നുവോ, എന്ത് ദാനം നൽകുന്നുവോ, എന്ത് തപസ്സനുഷ്ഠിക്കുന്നുവോ, അതെല്ലാം എനിക്കായിക്കൊണ്ട് ചെയ്യുക. എത്ര മനോഹരമായ ശ്ലോകമാണിത്. ഇവിടെ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? അല്ലയോ കുന്തിപുത്ര, ജീവിതയാത്രയിൽ നീ എന്തൊക്കെയാണോ ചെയ്യാൻ ബാധ്യസ്ഥനായി തീർന്നിരിക്കുന്നത്, എന്തൊക്കെയാണോ ഭക്ഷിക്കാൻ ഇടവരുന്നത്, എന്തൊക്കെയാണോ ഹോമിക്കുവാൻ ഇടവരുന്നത്, എന്തൊക്കെയാണോ ദാനം ചെയ്യുവാൻ ഇടയാകുന്നത്, എന്തൊക്കെ തപസ്സാണോ അനുഷ്ഠിക്കുവാൻ ഇടയാകുന്നത്, അതൊക്കെ പരമാത്മാവായ എനിക്കുള്ള അർപ്പണമായി ചെയ്യുക. ഭഗവാൻ എന്താണ് ഇവിടെ അർജുനനോട് പറയുന്നത്? യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് തളർന്ന് തേർത്തട്ടിലിരിക്കുകയാണ്. എനിക്ക് പറ്റില്ല ഭഗവാനെ, എൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും ഗുരുജനങ്ങളും എല്ലാമാണ് എതിർപക്ഷത്ത് നിൽക്കുന്നത്. എൻ്റെ പക്ഷത്ത് നിൽക്കുന്നതോ എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും. ഈ യുദ്ധത്തിൽ സർവനാശമാണ് ഫലം. എല്ലാവരും നശിക്കും. ഞാൻ കാരണം ഒരിക്കലും അതുണ്ടാകരുത്. ഇതിലും ഭേദം വനത്തിൽ പോകുന്നതാണ്. എനിക്ക് വയ്യ ഭഗവാനെ എന്ന് പറഞ്ഞ് തളർന്ന് തീർത്തട്ടിലിരുന്ന അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇവിടെ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ആ സമയത്താണ് അർജുനൻ ഈ വിധം പറയുന്നത്. രാജവിദ്യ രാജഗുഹ്യ യോഗയിലെ 27-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണ് പറയുന്നത്? എന്ത് വേണമെങ്കിലും നീ ചെയ്തു കൊള്ളുക, അതെല്ലാം എനിക്കായി ചെയ്യുക. അപ്പോൾ നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല. അതാണ് പറയുന്നത്. സർവത്ര ഈശ്വര ഭാവന പരിശീലിക്കാൻ ഒരുമ്പെടുന്ന ഒരു ഭക്തന് പിന്നെ തനിക്ക് ചെയ്യേണ്ടതായി യാതൊന്നും അവശേഷിക്കുന്നില്ല. പ്രപഞ്ച പ്രവർത്തനത്തിൽ താൻ ഈശ്വരൻ്റെ കയ്യിലെ വെറുമൊരു ഉപകരണം മാത്രം. ഭഗവാൻ താനാകുന്ന ഉപകരണത്തെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു, എന്തൊക്കെയോ അനുഭവിപ്പിക്കുന്നു. ചെയ്യേണ്ടതും അനുഭവിക്കേണ്ടതുമായ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ സ്വരൂപത്തോട് നമ്മളെ
ചേർത്തുകൊള്ളും. അപ്പോൾ എല്ലാ കർമ്മചലനങ്ങളും പ്രാരാബ്ധവശാൽ ഈശ്വരൻ വരുത്തുന്നതാണ്. അത് ചിലപ്പോൾ നന്മയാകാം, ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണിൽ തിന്മയുമാവാം. ഇവിടെ അർജുനന് തന്നെ ബന്ധുക്കൾക്കെതിരായി യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ? ചുറ്റുപാടുകൾ കൊണ്ട് ചെയ്യുവാൻ ബാധ്യസ്ഥനായി തീരുന്ന കർമ്മം അതെന്തുമാകട്ടെ, ഭഗവാനുള്ള സമർപ്പണമായി ചെയ്യുക. ഈ പ്രപഞ്ചം ഭഗവത് സ്വരൂപമാണെന്നും താൻ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാണെന്നും തൻ്റെ കർമ്മമെല്ലാം ഭഗവാനുള്ള ആരാധനയാണെന്നും ദൃഢമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏതു കർമ്മവും ഭഗവത് ദർപ്പണമായി തീരും. ഇവിടെ ഹോമം, ദാനം, തപസ്, ഭക്ഷണം തുടങ്ങിയവ എടുത്തു പറഞ്ഞത് കർമ്മസ്വരൂപം നോക്കാതെ അർപ്പിക്കണമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹോമം, ദാനം, തപസ് മുതലായവ സകാമമായി ചെയ്താൽ അത് ഭഗവാനുള്ള സമർപ്പണമല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എത്ര മഹത്തരമായ സന്ദേശമാണ് ഇവിടെ ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്ത് ചെയ്താലും അത് ഭഗവാന് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യരായ നമ്മൾ തെറ്റിലേക്ക് പോവുകയില്ല. ഓരോ വാക്കുകൾ പറയുമ്പോഴും എല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ചെന്നു പതിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഭഗവാന്റെ തൃപ്പാദത്തിലേക്കാണ് എന്ന് ചിന്തിക്കുക. ഇപ്പം നമ്മൾ ഒരാളോട് പരുഷമായ വാക്കുകൾ പറയുന്നു. ഒരു ഭക്തൻ ഏകാദശി വ്രതം എടുക്കുന്നു, നാമം ജപിക്കുന്നു, ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, സ്വയം ഭഗവാന്റെ ഭക്തനാണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ അയാൾ മറ്റൊരാളെ അനാവശ്യമായി വേദനിപ്പിക്കുകയോ പരുഷമായ വാക്കുകൾ പറയുകയോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അതെവിടേക്കാണ് ചെന്ന് പതിക്കുന്നത്? ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്കാണ് ചെന്നു പതിക്കുന്നത്. ഇങ്ങനെയാണോ ഭഗവാനെ ആരാധിക്കേണ്ടത്? അതുകൊണ്ട് ഈ ശ്ലോകം മനസ്സിലാക്കിയ ഒരു ഭക്തനും ഒരു തെറ്റും ചെയ്യുകയില്ല. അറിഞ്ഞോ അറിയാതെയോ പോലും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല. ഇവിടെ അർജുനനോട് തൻ്റെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. ഇത് നീ ചെയ്യേണ്ടുന്ന കർമ്മമാണ്, ക്ഷത്രിയ ധർമ്മമാണ്. ഈ യുദ്ധം ഞാൻ വരുത്തി വെച്ചതാണ്, ഞാനാണ് ഈ യുദ്ധത്തിന് കാരണക്കാരൻ. നമ്മൾ ഇതിനു മുമ്പ് ഒരു കഥ പഠിച്ചു. ഗാന്ധാരി ചോദിക്കുകയാണ് ഭഗവാനോട്, നീ ഒന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധമുണ്ടാവുകയില്ലായിരുന്നു. ഒരു കുഞ്ഞിനെ നീ എനിക്ക് തന്നില്ലല്ലോ ഈ വയസ്സുകാലത്ത്, എല്ലാവരെയും നീ കൊന്നുകളഞ്ഞില്ലേ? എന്തിനായിരുന്നു എന്നോടീ ചതി കാണിച്ചത് എന്ന് ഗാന്ധാരി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗാന്ധാരി ഭഗവാനെ ശപിക്കുന്നത്. ആ സമയത്ത് ഭഗവാൻ ഒന്ന് പുഞ്ചിരിക്കും. നമ്മൾ ആ കഥ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ കഥ കേൾക്കണം. നമ്മുടെ ചാനലിലുണ്ട്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഭഗവാന്റെ സുപ്രസിദ്ധമായ ചിരി. എന്തിനാണ് ഭഗവാൻ ചിരിച്ചത്? അപ്പോൾ മഹാഭാരതം നല്ല വിശദമായി തന്നെ പഠിക്കേണ്ടുന്ന ഒരു ഇതിഹാസമാണ്. എത്ര പഠിച്ചാലും തീരില്ല. കഥകളും ഉപകഥകളുമായി ഇങ്ങനെ കിടക്കുകയാണ്. പ്രധാനപ്പെട്ട കുറേ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും നമുക്ക് പറയാം. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാന്റെ ആ ചിരി. ഭഗവാൻ എന്തിനു ചിരിച്ചു? അപ്പോൾ ഗാന്ധാരി അത്രയും വിഷമിച്ചിട്ടാണ് ഭഗവാനോടത് പറഞ്ഞത്. അർജുനനോടും ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്. ഞാനാണ് ഈ യുദ്ധമുണ്ടാക്കിയത്, ഞാൻ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് യുദ്ധമുണ്ടായത്.
നീ ഒരു ഉപകരണം മാത്രം. നീ ചെയ്യുക, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുക. മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ ഇത് ശരിയാകാം, തെറ്റാകാം. പക്ഷേ നീ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതെനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണത്, നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ളത്. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അടി ഉറപ്പിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം ഫലം ഇച്ഛിക്കാതെ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു പട്ടാളക്കാരൻ തൻ്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായി പോയിരിക്കുകയാണ്. ആ സമയത്ത് ഈ പട്ടാളക്കാരൻ്റെ ഒരു ബന്ധു എതിർ രാജ്യത്തിനായി നമ്മളോട് യുദ്ധം ചെയ്യാനായി വരുന്നുവെന്ന് കരുതുക. ഈ പട്ടാളക്കാരൻ്റെ മുമ്പിലാണ് ഈ ബന്ധു വന്നുപെടുന്നത്. എൻ്റെ ബന്ധുവാണ് എന്ന് കരുതി പട്ടാളക്കാരൻ അയാളോട് യുദ്ധം ചെയ്യാതിരിക്കുന്നത് ധർമ്മമാണോ? ഒരിക്കലുമല്ല. അയാളുടെ കർമ്മം എന്ന് പറയുന്നത് തൻ്റെ മാതൃരാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയുടെ കർമ്മം എന്താണ്? നന്നായി പഠിക്കുക. ഒരു പുത്രൻ്റെ ധർമ്മം എന്താണ്? ഒരു ഭർത്താവിൻ്റെ ധർമ്മം എന്താണ്? ഒരു ഭാര്യയുടെ ധർമ്മം എന്താണ്? അതെല്ലാം നമ്മൾ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദോഷങ്ങളും ദുരിതങ്ങളും ഭഗവാൻ തന്നെന്നിരിക്കും. ചിലപ്പോൾ വളരെ സന്തോഷങ്ങളായിരിക്കും ഭഗവാൻ നമുക്ക് തരുന്നത്. പക്ഷേ യാതൊരു പരിഭവവുമില്ലാതെ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അതീവമായ കാരുണ്യം നമുക്കുണ്ടാകും. ഇങ്ങനെ ചെയ്താൽ എന്താണ് ലഭിക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു ദിവസം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.